ഇന്ന് നമ്മൾ കോഴി പാർട്സ് എങ്ങനെ ഉണ്ടാക്കാം. ചില ആളുകൾ കോഴി പാർട്സ് കിട്ടി അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്കറിയില്ല. ചിലപ്പോൾ അറിയുന്നവർ തന്നെ അതെന്തെല്ലോ കൊളാക്കി വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പഠിച്ചോ. നമ്മൾ ഏകദേശം ഒരു 2 കിലോ പാർട്സ് ഉണ്ട്. ആ 2 കിലോ പാർട്സ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ ഉപ്പും മഞ്ഞളും ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളതിൽ ഒരു 2 ടീസ്പൂണ് ഉപ്പ്. ഓക്കെ, സഹോദരങ്ങളെ കാണുന്നില്ലേ? സപ്പോർട്ട് ചെയ്യണേ. 1 ടീസ്പൂണ് മഞ്ഞൾ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. നമ്മളൊരു 4 വെള്ളത്തിൽ കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പത്തട്ടിൽ ഇട്ട് വെച്ചിട്ട് അതിന് വെള്ളം മുഴുവനും പോയതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ആ മഞ്ഞളും ഉപ്പും ആ വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് പോകും. ഡ്രൈ ആയതിന് ശേഷം മാത്രം പിന്നെ പഠിച്ചിട്ടില്ലെന്ന് പറയണ്ട. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഇപ്പോൾ 2 കിലോ പാർട്സിന് നമ്മൾ ഒരു 3/4 കിലോ ഉള്ളി, ഒരു 1/2 കിലോ തക്കാളി, ഒരു 10-20 പീസ് കറിവേപ്പില, ഒരു 2 തണ്ട് മല്ലിച്ചപ്പ്, ഒരു 4 പച്ചപ്പരങ്കി, ഒരു 1.5 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചത്. പിന്നെ നമ്മൾ മുളകും മല്ലിയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 75 ഗ്രാം മുളക് പൊടിയും ഒരു 125 ഗ്രാം മല്ലിയും, അപ്പോൾ ടോട്ടലി 200 ഗ്രാം. അതുപോലെ തന്നെ ഒരു 2.5 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/2 ടീസ്പൂണ് ജീരകം, 1/2 ടീസ്പൂണ് ഗരം മസാല. ഇതൊക്കെ റെഡിയാക്കി വെക്കുക. ഓക്കെ, അപ്പം നമ്മളിനി അടുപ്പത്തേക്കുള്ള പരിപാടിയാണ്. നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രമാണ്. അതിൻ്റെ നോൺ സ്റ്റിക്ക് പോയി ഇപ്പോൾ ഓൾ സ്റ്റിക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 150 മില്ലി പോട്ടെ, ആയിട്ടില്ല, മതി. ഓക്കെ, 150 മില്ലി വെളിച്ചെണ്ണ. കാണുന്നില്ല എല്ലാവരും? അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ളിയും കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇളകി വാടുമ്പോൾ തക്കാളി കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് ഇളക്കി ഒരു 3 മിനിറ്റ് ആണ് അടച്ചു വെക്കുക. 3 മിനിറ്റായി തുറന്നിട്ടുണ്ട്. ഏകദേശം ഉള്ളി ഒരു വാട്ടം വന്നിട്ടുണ്ട്. ഉള്ളി ഫുള്ള് വാടാനൊന്നും നിൽക്കല്ലേ, ഞാൻ പറഞ്ഞ 3 മിനിറ്റ് വെച്ചൊന്ന് വാടിയ പാട് അതിന് തക്കാളി ചേർക്കാം. ഓക്കെ, തക്കാളി ആഡ് ചെയ്യാം. അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്? ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്യാം. അടുത്ത ഭാഷയിലൊന്ന് ഗൈസ് കേൾക്കുന്നില്ല, ഗൈസ് അതൊന്നുമില്ല, സഹോദരങ്ങളെ നിങ്ങളിൽ കാണുന്നില്ല, കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മസാലക്കുള്ള ഉള്ളിക്കുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു ടീസ്പൂൺ ഫുൾ കൊടുക്കാം. അപ്പോൾ പാകത്തിന് നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ. നമ്മളെടുക്കുന്ന ഉള്ളിയുടെ ഒരു മസാലയിൽ നിന്ന് കണക്ക് വന്നിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് പാകത്തിനില്ല, എല്ലാം പാകത്തിന്. ശേഷം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച പാർട്സ് ഇതിലേക്ക് ഇടുന്നുണ്ട്. നമ്മളൊന്ന് അത് മിക്സ് ചെയ്ത്
പഠിച്ചാ പിന്നെ നിങ്ങളെ ഈ പാർട്സ് വെള്ളത്തിൽ നിന്ന് നീന്തുന്ന കറിയൊന്നല്ല ഇത് വരട്ടിയത് അതിൻ്റെ കൂടെ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിച്ച് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് ലാസ്റ്റ് കൊടുക്കണ്ട, അതാണ് പറ്റും. ഓറും നമ്മൾക്കില്ലെങ്കിൽ വരികയെന്ന് ഞാനും വരുന്നുണ്ട്. എന്താ തിരക്ക്, ആ തിരക്കൊന്നും വേണ്ടെന്നാണ്. അപ്പം അതൊക്കെ ആയി. പിന്നെ നമ്മളതിലേക്ക് ആ വറുത്ത വശം മുളക് കൂടി ചേർക്കുന്നുണ്ട്. മുളക് മല്ലി ഓക്കെ. ഒന്ന് അടുപ്പിച്ച് പിടിക്കണേ, ഇതിലേക്ക് അടുപ്പിച്ച് പിടിയാ. അതല്ല, മുളക് മല്ലി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തിള വരുമ്പോൾ ഒന്ന് ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചിട്ട് പിന്നെ ഇവന് ഇരുന്നാപ്പോൾ ഇത് പറഞ്ഞാൽ തന്നെ വയ്ക്കണ്ട. ഓക്കെ, വെള്ളം വയ്ക്കണ്ട. വെള്ളം പാർട്സിൻ്റെ ഉള്ളിലുള്ള വെള്ളം കറക്റ്റായിട്ട് എന്നാൽ ആ വിരല കിട്ടും, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് നീന്തും. ഓക്കെ, 1 മണിക്കൂർ അടച്ചു. നമ്മൾ ആ 10 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ആവിയും പുകയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കുട്ടൻസ് മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം ഇങ്ങനെ ഇളകി വരും. അപ്പോൾ ഏകദേശം വേകുന്നത് വരെ നമ്മൾ ഇതുപോലെ കത്തിക്കണം, ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ ഏതായാലും എല്ലാം റെഡി ആയിട്ടാകുമ്പോൾ വരാം. അതിനിടയിൽ നമുക്ക് കൊടുക്കേണ്ട മസാലകൾ കാലാമിർച്ചി, കുരുമുളക് പൊടി, ജീരകം, പെരുംജീരകം, ഗരം മസാല, ചിക്കൻ മസാല അത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സമയത്ത് കൊടുത്താൽ നമുക്ക് ഈ പറയുന്ന പാർട്സിന് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് പിടിക്കും. ഓക്കെ, മല്ലിച്ചപ്പ് നമുക്ക് ലാസ്റ്റ് ടൈം ഇടാം. ഇനി നമ്മൾ സ്ലോ തീയിൽ വെച്ചിട്ട് അത് വേകുന്നവരെ അവിടെ വെക്കുക. ഓക്കെ, സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മുടെ പാർട്സ് ബാരല റെഡി ആയിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം എല്ലാം എന്തെല്ലാം ഉണ്ടാകും, ഒന്നും നോക്കണ്ട. നമുക്ക് തൽക്കാലം പാർട്സ് മാത്രം നോക്കാം. സഹോദരങ്ങളെ, നമ്മുടെ പാർട്സ് ബാരല സൂപ്പർ റെഡി ആയിട്ടുണ്ട്. ഞാൻ തിന്നുന്നത് കാണാൻ ആർക്ക് വല്ലാതെ അരങ്ങ കുസ്മിന്റെ പൊളിച്ചോളൂ. ഇതുപോലെ ആക്കി നമുക്ക് ഒന്ന് കമന്റ് ഉണ്ട് കേട്ടോ. അതിൽ ചെറുകാരൊക്കെ വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് പിഴിഞ്ഞിട്ട് അടിക്കാം. മസാല ഒന്ന് ഉള്ളായിട്ട് കാണിച്ചു കൊടുക്കണം. മല്ലിച്ചപ്പിൽ നമ്മൾ അതിൽ ഇട്ടത് കൊണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ ഡെക്കറേഷന്റെ ആവശ്യമില്ല. ഓക്കെ, പാർട്സ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ശിഷ്യ. പൊളിച്ച് പിന്നെ ഓറൊന്നും കൊണ്ടൂല.